തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി അധ്യാപകനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ. പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നുവെന്നും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നുവെന്നുമാണ് അധ്യാപകനായ ജോൺസിനെതിരായുള്ള പരാതി. വിസിക്കും രജിസ്ട്രാർക്കുമടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഞാൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ നീ എന്നെ തടഞ്ഞു നിർത്തോ, നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് തട്ടിക്കയറാനും കൈപൊക്കി അടിക്കാനായിട്ടും ഓങ്ങിയായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ലംഘിച്ചുകൊണ്ട് ആൾ അതിക്രമിച്ച് കയറി വന്ന് എന്നെ അടിക്കാനായിട്ട് വന്നു. കൂട്ടുകാരെല്ലാവരും ഇടയിൽ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. പുള്ളി നിരന്തരമായിട്ട് ക്ലാസ്സിൽ വരില്ല. വർഷങ്ങളായിട്ട് പുള്ളി ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുട്ടികളെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ പല പേരുകൾ കുട്ടികളെ വിളിക്കുക, സെക്ഷുവലി സംസാരിക്കുക, പുള്ളിയോട് റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുക. കുട്ടികൾ നിരന്തരമായിട്ട് പരാതി കൊടുക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ ഒരു കെട്ട് പരാതി ഇദ്ദേഹത്തിനെതിരെ തന്നെ നിൽക്കുകയാണ്. റിനു ശ്രീധരൻ തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ഗൗരവമേറിയ പരാതിയാണ് പെൺകുട്ടികൾ ഇപ്പോൾ ഈ അധ്യാപകനെതിരെ നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജ്ന സൈക്കോളജി വിഭാഗം അധ്യാപകനായിട്ടുള്ള പ്രൊഫസർ അതായത് ഡോക്ടർ ജോൺസണെതിരെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അതായത് PG വിദ്യാർത്ഥികളെല്ലാം എന്ന് വേണമെങ്കിൽ പറയാം, പെൺകുട്ടികളും ആൺകുട്ടികളടക്കം പരാതിയുമായി എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. പ്രധാനമായും ഇദ്ദേഹം ക്ലാസ്സിൽ വരാറില്ല, വന്നു കഴിഞ്ഞാൽ തന്നെ മിണ്ടാതെ ക്ലാസ്സിൽ ഇരിക്കുമെന്നുള്ളതാണ്, പഠിപ്പിക്കാറില്ല. കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ്. ഇന്നൊരു കുട്ടിയുടെ മുഖത്തടിക്കുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ മോശമായി പെരുമാറുക. നിരവധി തവണ ഈ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചതിനും അതുപോലെ തന്നെ മോശമായി പെരുമാറിയതിനും VC അടക്കം HOD മാർക്ക് അടക്കം അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് നിരവധി തവണ. പക്ഷെ ഒരു തരത്തിലും ഇദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ മറ്റ് ചില കാര്യങ്ങളിൽ 3 തവണ ഇദ്ദേഹം സസ്പെൻഷനിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. SFI അടക്കം കാര്യവട്ടം ക്യാമ്പസിൽ വലിയ പ്രതിഷേധം ഈ അധ്യാപകനെതിരെ നിരവധി തവണ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ഫലവുമില്ല എന്നുള്ളതാണ്. 14 വർഷമായി ഇദ്ദേഹത്തിനെതിരെ പരാതി പറയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പറയുന്നത്. അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കം ഈ അധ്യാപകനെതിരെ നിരവധി തവണ പരാതി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിരന്തരം വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം. വിദ്യാർത്ഥികളുടെ റിസർച്ച് പേപ്പറൊക്കെ തന്നെ ചില ലോക്കൽ ജേണലുകളിൽ ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും കൂടുതൽ പൊതുമധ്യത്തിൽ വെച്ച് കുട്ടികളെ അപമാനിക്കുക, മോശമായി പെരുമാറുക, ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുക, ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പരാതികളാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു തരത്തിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വീണ്ടും ഇവർ രജിസ്ട്രാർക്കും VCക്കും അടക്കം പരാതി നൽകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. നേരത്തെയും നിരവധി തവണ ഇവർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. നേരത്തെ പലതവണ ഇദ്ദേഹത്തിന് നടപടിയെടുത്തിട്ടുണ്ട്, നടപടിയെടുത്ത് ഇദ്ദേഹത്തിനെ പുറത്താക്കിയതുമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി കാര്യവട്ടം ക്യാമ്പസിലുണ്ട്. ഏകദേശം 20 വർഷത്തോളമായി എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. 14 വർഷമായി നിരവധി വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.